ഗുട്ടൻ ആബൻഡ്. നമ്മൾ ഇന്ന് ഇറഗുലർ വെർബുകളുടെ ലിസ്റ്റ് ഒന്നുകൂടി നോക്കുകയാണ്. ആ ഇറഗുലർ വെർബുകൾ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം അത് മുഴുവനും അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ലിസ്റ്റ് ഒന്ന് തുടങ്ങുകയാണ്. ഈ അടുത്ത ക്ലാസ്സുകൾ 2 ക്ലാസ്സും ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വെർബുകൾ, ഇറഗുലർ വെർബുകളെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു. അതിൽ വാക്കുകൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. അബ്ഫാറൻ, ഫൂർ അബ്, ഈസ്റ്റ് അബ്, കെഫാറൻ. അതിൻ്റെ അർത്ഥം ദർ ബുസ് ഫെയർട്ട് നോയൻ സോൾഫ് അബ്. അബ്ഫാറൻ എന്ന് പറഞ്ഞാൽ പുറപ്പെടുക എന്നാണ് അർത്ഥം. അബ് ഫ്ലീഗൻ, ഫ്ലോഗ് അബ്, ഈസ്റ്റ് അബ്, കെഫ്ലോഗൻ. ദാസ് ഫ്ലുക്സോയ്ക്ക് ഈസ് പ്യുങ്ക്ലിക് അബ്, കെഫ്ലോഗൻ. പറന്നുയരുക. അബ് ഫ്ലീഗൻ പറക്കുക എന്നർത്ഥം. അബ് കേബൻ, ഗാബ് അബ്, ഹാത്ത് അബ് കെ ഗീബൻ. വിയർ ഗാബൻ ഫ്ലാഷൻ ഓൺ ദ ഷിർമേ ആം ഐൻ ഗാങ് അബ്. ഞങ്ങൾ കയറി വരുന്നിടത്ത് എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വയ്ക്കുക. വിയർ ഗാബൻ ഫ്ലാഷൻ ഓൺ ദ ഷിർമേ ആം ഐൻ ഗാങ് അബ്. അബ് കേബൻ കൊടുക്കുക എന്നർത്ഥം. അബ് ഹേങ്ങൻ, ഹിങ് അബ്, ഹാത്ത് അബ് കെ ഹാങ്ങൻ. Es hängt von der Situation ab, wie schnell die Zeit vergeht. അതിനെ ആശ്രയിച്ച് നിൽക്കുക. അബ്ഹേങ്, എസ് ഹേങ്ഡ് അബ്. ഈ സിറ്റുവേഷൻ അനുസരിച്ച് എത്രയ്ക്ക് സമയമെടുക്കും എന്ന് അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് പറയാം. ആശ്രയിച്ച് നിൽക്കുക എന്നുള്ള അബ്ഹേങ്. ഹബ് ഹീബൻ, ഹോബ് അബ്, ഹാത്ത് ഹബ് കെ ഹോബൻ. Mit einer Kreditkarte können Sie worldwide Geld abheben. നമ്മുടെ കാശ് എടുക്കുക എന്നുള്ളതിനാണ് അബ്ഹേബൻ. നമുക്ക് ബാങ്കോമാറ്റിലോ മറ്റൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് കാർഡ് ഉപയോഗിച്ച് കാശ് എടുക്കുന്നതിനാണ് അബ്ഹേബൻ എന്ന് പറയുക. അബ്ലേസൻ, ലാസ് അബ്, ഹാത്ത് അബ് കെ ലേസൻ. സി ഹാത്ത് സ്റ്റിഹ് വോർത്ത് അബ് കെ ലേസൻ. അവൾ ശീർഷകം ഉറക്കെ വായിച്ചു എന്നുള്ളതാണ്. ഉറക്കെ അബ്ലേസൻ, വായിച്ച് തീർക്കുക എന്നുള്ളതാണ്. അബ്നേമൻ, നാം അബ്, ഹാത്ത് അബ് കെ നോമൻ. വിയർ നേമൻ ഈനൻ ഈരെ സോർഗൻ അബ്. വിയർ നേമൻ ഈനൻ ഈരെ സോർഗൻ അബ്. നിങ്ങളുടെ ആകുലതകൾ ഞങ്ങളും കൂടി എടുക്കുക. അബ്നേമൻ എന്നുള്ളതാണ്. മിത്ത് നേമൻ, വിത്ത് എടുക്കുക. അബ്രാറ്റൻ, റീറ്റ് അബ്, ഹാത്ത് അബ് കെറാറ്റൻ. ഫ്രോയിൻ്റെ ഹാബൻ ഇയർ അബ് കെറാറ്റൻ. ഫ്രണ്ട്സ് അങ്ങേക്ക് ഉപദേശിച്ച് തരിക, ഉപദേശം കൊടുക്കുക. അബ്ഷ്ലീസൻ, ഷ്ലോസ് അബ്, ഹാത്ത് അബ് കെ ഷ്ലോസൻ. ആസ്തു ദി ട്യൂർ അബ് കെ ഷ്ലോസൻ. വാതിൽ അടക്കുക എന്നുള്ളതാണ് അബ്ഷ്ലീസൻ. അബ്സിയൻ, സോഗാബ്, ഈസ്റ്റ് അബ് കെറ്റ്സോഗൻ. എറ്റ്സോഗ് മിറ്റ്സ് സൈന പോയിറ്റെ അബ്. എന്തെങ്കിലും സാധനം ധരിക്കുക എന്നുള്ളതാണ് അബ്സിയൻ. അൺബീറ്റൻ, ബോട്ട് ആൻഡ് ഹാത്ത് അങ്കെ ബോട്ടൻ. ഹാസ്ത്രീം അതിനെ കഫേ അങ്കബോട്ടൻ. അൺബീറ്റൻ എന്ന് പറഞ്ഞാൽ ഓഫറാണ്. നീ ഒരു കാപ്പി അയാൾക്ക് പ്രോമിസ് ചെയ്തോ, കൊടുക്കാനായിട്ട് ചോദിച്ചോ. അൻഫാങ്ങൻ, ഫിങ്ങാൻ, ഹാത്ത് അങ്കഫാങ്ങൻ. ഏവ ഹാത്ത് അങ്കഫാങ്ങൻ സു ആർബൈറ്റൻ. അൻഫാങ്ങൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നർത്ഥം. അൻഗെയ്യൻ, ഗിങ്ങാൻ, ഈ സംഗിഗാങ്ങൻ. വസിഹ്മാഹെ ഗെറ്റോ കൈനൻ ഇറ്റ് വാസ് ആൻ. ഗെറ്റോ കൈനൻ ഇറ്റ് വാസ് ആൻ. ഇതുപോലെ ആർക്കും ഉണ്ടാകാതിരിക്കുക. അപ്പം അൻഗെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കാണ് സംഭവിക്കുക എന്നുള്ളത്. അൻഹാബൻ. നമുക്കിനിയുള്ള സ്ലൈഡ്
അതിൻ്റെ ഓരോന്നെടുത്ത് വായിച്ച് ഒന്ന് നോക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കാനായിട്ടൊന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അടുത്ത സ്ലൈഡുകൾ അടുത്ത ദിവസം തരുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ ഈ പേജും മൂന്നാമത്തെയും നാലാമത്തെയും പേജും ഒന്ന് നോക്ക്. ഇത് നോക്കി നിങ്ങൾ അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. Unhaben, unkommen, unlassen, unnehmen, unrufen, unschließen, unsehen, ansprechen, anstehen, anziehen, auffallen, aufgeben, aufhängen, aufhalten, aufladen, ausschlagen. Ausschreiben, ausstehen, auftreten, aufwachen, ausdenken, ausgeben, ausgehen, ausgleichen, aushalten, auskennen, ausladen, ausleihen, ausschlafen, aussehen. Aussprechen, aussteigen, aussterben, ausziehen, ausziehen, backen, bedenken, begeben, beginnen, behalten, bekommen, benehmen, beraten. ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിന്ന് ഇങ്ങനെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ഏകദേശം 200 വേർഡ്സാണ് ഉള്ളത്, വെർബുകൾ. അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം, നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്മകൾ നേരുന്നു.